الحمد لله الذي هدانا للإيمان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه ألف بين قلوب أهل الإيمان فأصبحوا بنعمته إخوانا وحثهم على أن يكونوا كأعضاء جسد واحد فصاروا إخوانا وأعوانا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ രണ്ട് പിരിസത്തിലെ വിശ്വാസികളായ വിശ്വാസിനികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കണോ എല്ലാവരും നിരന്തരമായി പരിശ്രമിക്കണോട്ടോ, അതുകായി അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണോട്ടോ. സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, റബീഉൽ അവ്വൽ ചൊല്ലുരെ അറബി മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
400 വർഷങ്ങൾക്ക് മുമ്പ് റഹ്മത്തുല്ലിൽ ആലമീനായിട്ടിക്കരെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കൊണ്ട്, വിയോഗം കൊണ്ട് മക്കയും മദീനയും ലോകമെമ്പാടും ബുൾപുട്ട കരഞ്ഞ ഒരു മാസമായിട്ടിക്കർ റബീഉൽ അവ്വൽ മാസം കൊണ്ട് ചൊല്ലുന്നത്. എന്നാൽ ഉണ്ട് ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടിക്കരെ പല ആരാധനകൾ, പല അനാചാരങ്ങളും ഹിജറ 300 വർഷത്തോളം കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹത്തിലെ തന്നെ ഒരു വിഭാഗം ഈ മാസത്തിൽ, പ്രത്യേകിച്ച് മിണ്ടത്തെ ദിവസം ആഘോഷിക്കരുത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം ആഘോഷങ്ങൾ അനാചാരങ്ങൾക്കും ഇസ്ലാമിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് കുറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ വിശദീകരിക്കൊണ്ടുള്ളത്. നോക്കൂ, ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരായിട്ടിക്കണം? അവനെ സൃഷ്ടിച്ച സൃഷ്ടികർത്തനായിട്ടിക്കരെ, സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹു ആയിട്ടിക്കണം. ആ അള്ളാഹുക്ക് കൊടുക്കരുതായിട്ടിക്കരെ ആ ഗാംഭീര്യം, ആ മഹത്വം, ആ സ്നേഹം അത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ലാത്തതുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗപ്രവേശം ഉറപ്പാക്കണകൂ അത് അനിവാര്യമായ കാര്യമായിരിക്കും. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു വിശ്വാസികളായ മുഅ്മിനീകളായ ആളുമാർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അല്ലാഹുവിനെയായിരിക്കണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ഇത് ഈമാനിൻ്റെ പ്രത്യക്ഷമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടിക്കറ്. അള്ളാഹുവിൻ്റെ സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് ആരോടായിട്ടിക്കണം നമുക്ക് ഏറ്റവും അധികം സ്നേഹം? ഒരു സംശയവുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മാർഗദർശനത്തിന് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ നൽകിയതായിട്ടിക്കരെ ലോകത്തിന് തന്നെ കാരുണ്യം എന്ന് അല്ലാഹു തആല ഖുർആനിൽ ചൊന്ന റഹ്മത്തുല്ലിൽ ആലമീനായിട്ടിക്കരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടായിരിക്കണം പിന്നീട് നമ്മുടെ സ്നേഹം പ്രകടമാക്കേണ്ടത്. ഈ സ്നേഹം എങ്ങനെയായിരിക്കണം പ്രകടമാക്കേണ്ടത്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടി തന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഓ നബിയെ, നിങ്ങൾ ചൊല്ലുറോ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവോട് ഇഷ്ടം, സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, അവർ എന്നെ അനുസരിച്ച് കൊള്ളട്ടെ എന്ന് നബിയെ ചൊല്ലുറൂ. നിങ്ങൾ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമ്പോൾ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങൾ അല്ലാഹു തആല സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല മന്നിക്കും, അല്ലാഹു തആല പുറത്തു തരും. അപ്പോൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അല്ലാഹുവിടെ പഠിപ്പാട്ടുന്നത്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിലൂടെയാണ്. ഇത് ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു തആല ചൊല്ലുറു. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തും അത് തന്നെയായിട്ടിക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗത്തെ സംബന്ധിച്ച് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല 157-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുറു. തൗറാത്തിലും ഇഞ്ചീലിലുമെല്ലാം തന്നെ പ്രതിപാദിപ്പിക്കപ്പെട്ട ആളായിട്ടിക്കർ മുഹമ്മദ് റസൂലുള്ളാഹി എന്നെല്ലാം ഒരുപാട് വിശേഷണങ്ങളെല്ലാം ചൊന്ന കൂട്ടത്തിൽ അല്ലാഹു തആല അവിടെ ചൊല്ലുറു ഫല്ലദീന ആമനൂ ബിഹി,
ആര് ആ റസൂലിൽ വിശ്വസിച്ചുവോ, വഅസ്സറൂഹു ആ റസൂലിനെ ആര് ബഹുമാനിച്ചുവോ, വനസറൂഹു ആ റസൂലിനെ ആര് സഹായിച്ചുവോ, ആര് ഹംബലവും ബെമ്പലവും സപ്പോർട്ടും പിന്തുണയുമെല്ലാം നൽകിയോ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ആ പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടതായിട്ടിക്കര പ്രകാശം, അതേ ഖുർആൻ, ആ ഖുർആനെ ആര് ഫോളോ ചെയ്തോ, ആര് അനുസരിച്ചുവോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാണ്, അവർ മാത്രമാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലക്ക് ഖുർആനിൽ ചൊന്നത് ആയത്തുകളാണ്. ഇതെല്ലാം ഞാൻ നിങ്ങളിപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, ഈ റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് ഒരു വിഭാഗം വാദിച്ചും കൊണ്ട് പ്രത്യേകിച്ചും ഇണ്ടത്തെ നാളിൽ ജന്മദിനം ആഘോഷിക്കരുത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മാസവുമായി ബന്ധപ്പെട്ട് മൗലിദുകൾ പള്ളികളിലും അല്ലാഹുവിൻ്റെ വീടുകളിൽ എത്രയോ മറ്റു സാധാരണ വീടുകളിലുമെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, പ്രകീർത്തനമാണ് എന്നൊക്കെ സാധാരണ ജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്കാണ് അവരെ പഠിപ്പാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൗലിദുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷം കൊണ്ട് ചൊന്നെങ്കിൽ അതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തും റസൂലുള്ളാഹിന്റെ മധുവും കുത്തി നിറച്ചതായിട്ടിക്കറ് വേറെ ഒന്നും അതിലില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് മാത്രമാണ് ഞങ്ങൾ ചൊല്ലുന്നത്, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കുക മാത്രമാണ് നാം ചൊല്ലുന്നത് എന്ന് സാധുക്കളായ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുള്ളത്. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ ജന്മദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പദ്യങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റാലികളിലുമെല്ലാം തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കരുത് എന്തായിട്ടിക്കറ്. മൗലിദുകളിൽ എന്തെല്ലാമാണുള്ളത്, മൗലിദ് കിതാബുകളിൽ, അതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് കഠിന വിരുദ്ധമായ, അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ മൗലിദ് കിതാബുകളിൽ കുത്തി നിറച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മൗലിദ് കിതാബിന്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം തന്നെ ഇസ്ലാമിക വിരുദ്ധമായതായിട്ടിക്കരെ വരികളാൽ നിറക്കപ്പെട്ടതാണ്. ആദ്യം മുതൽ അവസാനം വരെ അതിൽ നിറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പ്രകീർത്തിക്കുന്നു, മദ്ഹ് ചൊല്ലുന്നു എന്ന് പറഞ്ഞും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അല്ലാഹുവോളം എത്തിക്കരെ, അല്ലാഹുവോളം പുകഴ്ത്തുന്ന വരികളാണ് മൗലിദിന്റെ കിതാബുകളിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന, ദുആ ഇരക്കുന്ന വരികളാണ് മൗലിദിന്റെ കിതാബുകളിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടരെ, എൻ്റെ പാപം പുറത്തു തരണം നബിയെ എന്ന് തേടരെ വരികളായിട്ട് മൗലിദിന്റെ കിതാബുകളിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് എനിക്ക് ശഫാഅത്ത് തരണം നബിയെ എന്ന് അല്ലാഹുവോട് തേടേണ്ട, വർസുഖ്നാ ശഫാഅത്തു യാ അല്ലാഹ്, ആ നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണമെന്ന് തേടേണ്ട സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ശഫാഅത്ത് തേടുന്നതായിട്ട് വരികളായിട്ട് മൗലിദിന്റെ കിതാബുകളിലുള്ളത്. ഇതെല്ലാം പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പല ജാതി കെട്ട് കഥകൾ നിറഞ്ഞതായിട്ടിക്കറ് ഈ മൗലിദിന്റെ കിതാബുകൾ. അത് തന്നെയാണ് ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട റാലികളിലുമെല്ലാം നാം കേൾക്കുന്നത്. എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും മനസ്സിലാക്കണം, ഒരുപാട് ചതിക്കുഴികളാണ്, ഒരുപാട് ചതികളാണ് ഈ മൗലിദ് കിതാബുകളിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സദസ്സിലിരിക്കുന്ന ആളുകളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, മൗലിദല്ലേ, അതിലൊക്കെ സലാത്തും സലാമുമല്ലേ ഉള്ളത്,
അതിക്ക് ഇപ്പൊ ഇത്രയെല്ലാം എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു മിമ്പറിൽ വെച്ച് ഇങ്ങനെല്ലാം ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? അതിലൊക്കെ സലാത്തും സലാമും അല്ലേ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതൊക്കെ നിങ്ങൾ കേൾപ്പിക്കാൻ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം അവസാനം വരെ. എൻ്റെ പ്രിയമുള്ളവരെ, സാധാരണ ജനങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിലിപ്പോൾ എന്താ കുഴപ്പമുള്ളത്? റസൂലുള്ളാഹിക്ക് സലാം പറയൽ, റസൂലുള്ളാഹിക്ക് സലാത്ത് പറയൽ തെറ്റാണോ? അല്ല, തെറ്റല്ല, അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ സലാത്തിൻ്റെയും സലാമിൻ്റെയും ഇടയിൽ ഒരുപാട് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വരികൾ ഇതാ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കണം നല്ല പോലെ. എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും സഹോദരികളും സഹോദരിമാരും മനസ്സിലാക്കണം. സലാത്തും സലാമും പറയുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ, കുഫറൻ വിശ്വാസങ്ങൾ, ആ വിശ്വാസവുമായിട്ട് നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണെങ്കിൽ നരകം ഉറപ്പാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം ഓതപ്പെടുന്ന 2 മൗലിദുകളാണല്ലോ. മങ്കൂസ് മൗലിദും അതേപോലെ തന്നെ ശറഫൽ അനാ മൗലിദും അല്ലേ? മങ്കൂസ് മൗലിദും ശറഫൽ അനാ മൗലിദും പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ വരികളും അതിൻ്റെ ബൈത്തുകളും അതിൻ്റെ പാഠങ്ങളും കാണാപാഠമുണ്ടാകും. പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്തൊന്ന് കാണാപാഠം പറയണമെന്ന് ചോദിക്കുമ്പോൾ അതറിയുന്നവരാരുണ്ടാവൂല. മൗലിദിന്റെ ഒരുപാട് പദ്യങ്ങൾ ഒക്കെ കാണാതെ പറയാൻ അറിയുന്നവരുണ്ടാകും. നോക്ക്, മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ധാരാളം കളവുകളാണ് പ്രിയമുള്ളവരെ ഉള്ളത്. പരിശുദ്ധ ഈ റബീഉൽ അവ്വൽ മാസം പരിശുദ്ധമായ മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 8 കഥകളാണ് ആ മൗലിദുകളിൽ നിറച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, മങ്കൂസ് മൗലിദിന്റെ തുടക്കം തന്നെ നിങ്ങൾ നോക്ക്. മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൗലിദിന്റെ തുടക്കമാണിത്. എന്താണ് ഇതിൽ പറയുന്നത്? അല്ലാഹു പരിശുദ്ധനാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദയം ചെയ്ത ചന്ദ്രൻ, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദയം ചെയ്ത ആ ചന്ദ്രൻ വഅവ്ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ, ആ പ്രവാചകന്റെ പ്രകാശത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പ്രകാശത്തെയാണ് ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്. ഇതാര് പറഞ്ഞു? ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും അല്ലാഹു തആല ചൊന്നുറ? ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുറ? ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എങ്ങനെയാണ് എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ബദഉൽ ഖൽഖ് എന്ന് ചൊല്ലൊരു അധ്യായം കൊടുക്കറോ. ഈ സൃഷ്ടിപ്പിന്റെ തുടക്കം എന്തായിരുന്നു, സൃഷ്ടിപ്പിന്റെ തുടക്കം എന്ന് ചൊന്നോ? അതിൽ മുഹദ്ദിസുകളുടെ ഒരുപാട് ഹദീസുകളും അവരുടെ വീക്ഷണങ്ങൾ, പല വിഷയങ്ങൾ, അവരുടെ വീക്ഷണങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കണം. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളമാണോ, തന്നിയാണോ? ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് അർശാണോ? അതല്ല മനുഷ്യൻ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ എഴുതി വെക്കുന്ന കലം പേനയാണോ എന്നെല്ലാം അവിടെ ചർച്ചയ്ക്ക് ഹദീസൊക്കെ കൊടുക്കൂ. പക്ഷേ അതിലെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് എവിടെയും കാണുന്നില്ല. സഹീഹായ ഒരു ഹദീസിലും അത് വന്നിട്ടില്ല. മൗലിദുകാരൻ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുകയാണ്. ഇവിടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന സൃഷ്ടികളുണ്ട്. ആരാണത്? മലായിക്കത്തുകളാണ്. മലായിക്കത്തുകളാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. അഗ്നിജ്വാല കൊണ്ട്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളുണ്ട്. ആരാണത്? ഭൂതവർഗമാണ്, ജിന്നുവർഗമാണ്. മനുഷ്യനെയോ? റസൂലുള്ള മനുഷ്യനല്ലേ? അല്ലേ? അള്ളാഹു ആണല്ലോ പറയുന്നത്, നമ്മളല്ലല്ലോ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതിയവരല്ലേ? ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനമില്ലേ
ചൊല്ലോറോ, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. ഇത് ചൊല്ലുമ്പോൾ കുറെ ആൾക്ക് ദഹിക്കുന്നില്ല. ഈ മൗലിദുകൾ ഓതുന്നവരൊക്കെ സലഫികളുണ്ട് ചൊന്നെങ്കിൽ, വഹാബികളുണ്ട് ചൊന്നെങ്കിൽ, റസൂലുള്ളാഹിയെ സാധാരണ മനുഷ്യനോട്ട് ചൊല്ലുറാങ്ങോ? ഇവിടെ സാധാരണ മനുഷ്യനോട്ട് നമ്മൾ ചൊന്നോ? അങ്ങനെ ചൊല്ലുവോ? റസൂലുള്ള എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് ആരെങ്കിലും ചൊല്ലുറോ? അള്ളാഹുവിടെ ചൊല്ലുന്നത് എന്താണ്? നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്. അതേ, റസൂല് മനുഷ്യനാണ്. മനുഷ്യനല്ലാത്ത ഭൂതവർഗത്തിലോ മലക്ക് വർഗത്തിലോ പെട്ടവനല്ല. നിങ്ങളെപ്പോലെ തിന്നൊരാളാണ് റസൂല്, നിങ്ങളെപ്പോലെ കുടിക്കൊരാളാണ്, നിങ്ങളെപ്പോലെ ഉറങ്ങൊരാളാണ്, നിങ്ങളെപ്പോലെ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയിട്ട് മലമൂത്ര വിസർജനം നടത്തുന്ന റസൂലുള്ള, നിങ്ങളെപ്പോലെ പെഞ്ഞായിമാറും മക്കളുമുള്ള ആളായിട്ടിരിക്കുന്ന റസൂലുള്ള മനുഷ്യനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു തആല വഹി നൽകുന്നു, മുഅ്ജിസത്ത് നൽകുന്നു. അപ്പോൾ എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല എന്ന് മനസ്സിലായില്ലേ? ഇതെന്താണ്? ഈ ആയത്ത് അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് എന്താണ്? മനുഷ്യനാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ? നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ആദമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഖലഖഹു മിൻ തുറാബ്. എന്ത്? ഖലഖഹു മിൻ തുറാബ് ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ. തുറാബിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. പ്രിയമുള്ളവർ, മൗലിദുകാരൻ പറയുന്നു പ്രകാശത്തിൽ നിന്നാണ്. നോക്കണം നിങ്ങൾ, കളവല്ലേ, പച്ചക്കള്ളമല്ലേ ഈ പറയുന്നത്? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ ജനിക്കുന്ന അതേ രൂപത്തിലല്ലേ ജനിച്ചത്? അബ്ദുല്ലാഹയുടെയും ആമിനായുടെയും ബീജത്തിൽ നിന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്? ഖുർആൻ പറയുന്നു മണ്ണിൽ നിന്നിട്ടാണ്. ഇവിടെ മൗലിദുകാരൻ പറയുന്നു പ്രകാശമാണ് എന്ന്. പറയൂ എൻ്റെ സഹോദരങ്ങളെ, ഈ മൗലിദ് കള്ളങ്ങളല്ലേ ഇതിൻ്റെ അകത്തുള്ളത്? തീർന്നില്ല. ഇനിയും നോക്ക്, കുറെ അപ്പുറം പോകുമ്പോ നിങ്ങൾക്ക് കാണാം മൗലിദിന്റെ കിതാബുകളിൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖീബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ വൽളുൽമി വൽലുഅഫി ശദീദി ഫാസ്ബിദി. നിങ്ങൾ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, കുറേ സലാത്തും സലാമും അല്ല ഇങ്ങനെ അതിൻ്റെ മുമ്പിലുണ്ടാവും. തട്ടിപ്പാണ് പ്രിയമുള്ളവരെ, വഞ്ചനയാണ്, ധോക്കാദേനാന്ന് പറയുന്നതിൽ ഉറുദുകാർ. ഇങ്ങനെയുള്ള ചതികളാണ് മൗലിദിന്റെ കിതാബുകളിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ ഖൗം മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ അവർ ശ്രമിക്കുന്നുമില്ല. കാരണം അവർക്ക് അതിലൂടെ ഒരുപാട് ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് യാ സയ്യിദസ് സാദാത്തി, നേതാക്കന്മാർക്ക് നേതാവായവരെ, അങ്ങയെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിതാ വന്നിട്ടുള്ളത്. മൗലിദുകാരൻ ചൊല്ലുന്നു അർജൂഹിമാക, എനിക്ക് അങ്ങയുടെ രക്ഷ, അങ്ങയുടെ സംരക്ഷണം എനിക്ക് വേണം നബിയേ. ഫലാ തുഖൈബ് മഖ്സദി, എൻ്റെ ആഗ്രഹങ്ങൾ താങ്കൾ സഫലീകരിക്കാതെ എന്നെ നിരാശപ്പെടുത്തരുത് നബിയേ. ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ, നിങ്ങൾക്കറിയുമല്ലോ ആ മദീനയിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകരെ നബിയെ, എന്നെ ബാധിച്ചതായിരിക്കുന്ന എടങ്ങീറുകൾ, സങ്കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങേയറ്റത്തെ ബലഹീനതകൾ ഒക്കെ എന്നെ ബാധിച്ചത് നിങ്ങൾക്ക് അറിയുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്താ പറയുന്നത്? എല്ലാം അറിയുന്നു, എല്ലാം റസൂൽ കേൾക്കുന്നു, ആ ഖബറിന്റെ അകത്തിരുന്ന് എന്നുള്ള വിശ്വാസമാണ് ഈ മൗലിദിലുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു സലാത്തും സലാമും പോലും പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ മേലിൽ സലാത്ത് ചൊല്ലണം. ഒരു സലാത്ത് ചൊല്ലുമ്പോൾ 10 സലാത്ത് ഇതാ അല്ലാഹു തആല ചൊല്ലുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തേ? ഫഇന്ന സ്വലാത്തുകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സലാത്ത് എനിക്ക് വെളിവാക്കപ്പെടും, എനിക്ക് എത്തിക്കപ്പെടും. ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയും എനിക്കത് വെളിവാക്കപ്പെടുന്നു. നിങ്ങൾ എനിക്ക് സലാം പറയണം. നിങ്ങളുടെ സലാമിനെ എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. നിങ്ങളുടെ സലാമിനെ എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിന് ഒരു മലക്കിനെ അല്ലാഹു ഏർപ്പാട് ചെയ്തു? ഇവിടെ മൗലിദുകാരൻ പറയുന്നു ഖദ് ഹല്ല ബിമാ
ഖദ് അലിംത മിനൽ ലദാ വൽളുൽമി വൽളുഫി ശദീദി ഫസ്ഇദി. ഇതൊക്കെ ഒരു മങ്കൂസ് മൗലിദിലുള്ള വരികളാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങ് ഷറഫുലനാ മൗലിദിലേക്കൊക്കെ പോയാൽ പ്രിയമുള്ളവർ ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ, സമയമില്ല, ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇത്തരത്തിലുള്ള മിമ്പറുകളിലൂടെ, മെഹ്റാബുകളിലൂടെ സലഫികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ? ചിന്തിച്ചു നോക്കി നിങ്ങൾ, എത്ര ആളുകളെയാണ് ഈ മൗലിദിന്റെ കിതാബുകൾ വഴിതെറ്റിക്കുന്നത്. പുറമേക്ക് എന്താണ് യാ റസൂൽ സലാം അലൈഹി, അതല്ലേ? ഇന്ന് ജന്മദിനം, ഇന്ന് നബിദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഒരു വിഭാഗം ആളുകൾ. കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞു, ജുമായോട് കൂടി, ജുമാക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ആഘോഷം. ഇവിടെ നമ്മുടെ മംഗലാപുരത്തും അതുപോലെ കർണാടകയുടെ പല ഭാഗങ്ങളിലും വൈകുന്നേരത്തോടു കൂടി തുടങ്ങുന്നു. ആ നബിദിന റാലിയിൽ ഒരുപാട് ചതികളാണ് കൂട്ടരെ ഉള്ളത്. മനസ്സിലാക്കണം, ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. പുറമേക്ക് കേൾക്കുമ്പോൾ എന്താണ് യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, സലവാത്തുല്ലാഹി അലൈക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പല ആളുകൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്തപ്പോൾ തെറ്റുള്ളത്, എന്താണ് ഈ സലഫികളൊക്കെ ഇതിനെ എതിർക്കരുത് അല്ലേ, ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ലേ? പുറമേക്ക് കാണുമ്പോൾ തന്നെയാണ് റസൂലുള്ളാഹി നബി സലാത്ത്, യാ നബി സലാം അലൈഹി, നബിയെ നിങ്ങൾക്ക് സലാം, നബിയെ നിങ്ങൾക്ക് യാ റസൂൽ സലാം, റസൂലെ നിങ്ങൾക്ക് സലാം. ഇതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല, ഇതിൽ തെറ്റില്ല. ഇതിനെ പുറമേക്ക് ഇങ്ങനെ പുറംപൂച്ചായി കാണിച്ച് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യരുത്. നിങ്ങൾ നോക്കൂ, ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഇതിൻ്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഉള്ളിൽ അങ്ങ് എന്താണ് ഫിറ്റ് ചെയ്യരുത് നിങ്ങൾ നോക്കൂ. ഞാൻ കേൾപ്പിക്കാം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി. നല്ല കാര്യമാണ്, റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന നല്ല കാര്യം തന്നെയാണ്. എത്രയോ സ്ഥാനമാനങ്ങളുള്ള പ്രവാചകരെ, അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ ഹസനാത്തുകൾ എത്രയോ വർദ്ധിച്ചതാണ്, ഒക്കെ ശരിയാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി നോക്ക്, നിങ്ങൾ പറയരുത് കഫിറന്നീ സുനൂബി, എന്തിനെ കഫിറന്നീ സുനൂബി ഫഗ്ഫിറൻ ലി സയ്യിആതി. കഫിറൻ അന്നി ദുനൂബി, എന്താണ് അതിൻ്റെ അർത്ഥം? ഓ പ്രവാചകരെ, നബിയെ നിങ്ങൾക്ക് സലാം, റസൂലേ നിങ്ങൾക്ക് സലാം, ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള നബിയെ, കഫിറൻ അന്നി ദുനൂബി, എൻ്റെ ദോഷം നിങ്ങൾ പുറത്തു തരണം. കഫിറൻ അന്നി ദുനൂബി, എൻ്റെ ദോഷം നിങ്ങൾ എനിക്ക് പുറത്തു തരണം നബിയെ. ഫഗ്ഫിറൻ ലി സയ്യിആതി, ഒരുപാട് തിന്മകളൊക്കെ എൻ്റെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ട് നബിയേ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ മന്നിക്കണം, നിങ്ങൾ മാപ്പാക്കണം നബിയേ. ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇത് പുറമേക്ക് മാത്രം. യാ നബി സലാം അലൈക്കും അല്ലേ, റസൂലുള്ളാഹിന്റെ മദ്. ഇതെന്ത് മദ്ഹാണോ? ഇങ്ങനെ ഒരു മദ്ഹ് ആരാ പഠിപ്പിച്ചത്? ഇത് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയൂ, തീർന്നിട്ടില്ല. അൻത ഗഫാറുൽ ഖതായാ, മനസ്സിലാക്കണം, ആ പദ്യത്തിന്റെ ബാക്കിയാണ്. അൻത ഗഫാറുൽ ഖതായാ, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഗഫാറാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് തരുന്ന ആളാണ് നബിയേ. അൻത ഗഫാറുൽ ഖതായാ, എല്ലാ പാപങ്ങളും നിങ്ങൾ പുറത്തു തരുന്ന ആളാണ് നബിയേ. വസ്സുനൂബിൽ മുബിഖാതി, എല്ലാ വലിയ വലിയ വന്തോഷങ്ങളും അങ്ങ് മാപ്പ് ചെയ്യുന്ന ആളാണ് നബിയേ. നിങ്ങൾ പറയൂ എൻ്റെ പ്രിയമുള്ളവരെ, നബിദിന റാലിയിൽ ഇത്രത്തുള്ള വരികളാണുള്ളത്. ഇനി നിങ്ങൾ പറയൂ, ഇത് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണോ? ഇതിങ്ങനെ നിരന്തരമായി നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് എത്രയോ അല്പമെങ്കിലും ബുദ്ധിയുള്ളവൻ, അല്പമെങ്കിലും ഈമാനുള്ള മനുഷ്യൻ, അവൻ പിന്നെ മൗലൂദ് ഓതൂല. മൗലൂദിന്റെ കിതാബുകളെ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് അവൻ എറിയും. അവന്റെ വീട്ടിന്റെ അടുത്ത് വെക്കൂല അവൻ മൗലൂദിന്റെ കിതാബ്. മനസ്സിലാക്കണം നിങ്ങൾ. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എത്രയോ ആളുകൾ ഇന്ന് മൗലൂദ് വീട്ടിലില്ല. ഇന്നലെ ഒരു മുസ്ലിയാർക്ക് ഞാൻ വിളിച്ചു. നമുക്കാരോട് ശത്രുതയില്ല, എല്ലാവരും ലോകത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു മുസ്ലിയാരോട്. എങ്ങനെ മുസ്ലിയാരെന്ത്, റബീഉൽ മാസമല്ലേ, മൗലൂദെല്ലാം ധാരാളം ഉണ്ടല്ലോ, സുബീക്കും ളുഹറിനും അസറിനൊക്കെ മൗലൂദല്ലേ. അയാൾ പറഞ്ഞതിനോട് ഇല്ല, മൗലൂദ് ഇപ്പം ഇല്ല, ഇപ്പം കുറഞ്ഞിറ് മൗലൂദും, ഇപ്പം മൗലൂദ് കുറഞ്ഞിറ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ റബീഉൽ 12 കഴിഞ്ഞത് പിന്നെ എവിടെയെങ്കിലും പുരയിലുണ്ടാവും. മനസ്സിലായില്ലേ? വളരെ നിരാശനായിട്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ തമാശക്ക് ഞാൻ ചോദിച്ചു, അപ്പോൾ സലഫികളുടെ
ഈ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ പ്രഭാവം ശരിക്കും ഫലിച്ചിറല്ലേ, ശരിക്കും യേശിറല്ലേ? അയാൾ സമ്മതിച്ചു, അതെ അതെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ മൗലിദിനെ വലിച്ചെറിഞ്ഞ് അവൻ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങിയാൽ നാം ധന്യരായി തീർന്നു. ഇത് മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി. മൗലിദ് ഇപ്പം അത്ര കാര്യമായിട്ട് ബല പോകുന്നില്ല. അപ്പം അങ്ങ് പിന്നൊന്നിലേക്ക് ഇങ്ങനെ തുള്ളാൻ തുടങ്ങി. കപ്പ ചാടുന്ന മാതിരി, തവള ചാടുന്നല്ലോ. പിന്നൊന്നിലേക്ക് മൗലിദ് വിട്ടു, പിന്നൊന്നിലേക്ക്. അതെന്താണ്? പ്രവാചക സ്നേഹ കാവ്യം, പദ്യം ഇങ്ങനെ ചൊല്ലുന്നത്. ആളുമാറി ഇങ്ങനെ എന്താക്ക പദ്യം ചൊല്ലിട്ട്, അതാണ് ബുർദ ബൈത്തിന്റെ ചൊല്ലുന്നത്, ബുർദ മജ്ലിസ് ചൊല്ലുന്നത്. എന്നാൽ അതിന്റെ കാര്യം എന്താണ്? ഇതിനേക്കാളും മോശമാണ്. ബുർദന്റെ കാര്യം എന്താണ് പ്രിയമുള്ളവരെ? ഇതിനേക്കാളും ശിർക്കും കുഫറും നിറഞ്ഞതാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. യാ അക്റമൽ ഖൽഖി മാ ലീമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി ഇല്ലം തകും ഫി മആദി ആഖിദം ബിയദി ഫളലം വഇല്ല ഫഖുൽ യാ സല്ലത്തൽ ഖദമി. എന്തിനാ ചൊല്ലുന്നത്? എന്തിനാ ഇത് കേൾക്കുമ്പോൾ ഇത് ഈ കൗമിന്റെ അർത്ഥം അറിയില്ലല്ലോ. ഇവരിങ്ങനെ മൗലായ സല്ലി വസഹോ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്തല്ലേ. എന്താ ഇതിൻ്റെ ഉള്ളത് പ്രിയമുള്ളവരെ? പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ അടിത്തറ, ആ ഫൗണ്ടേഷന് കത്തിവെക്കുന്ന ഘടകവിരുദ്ധമായ വാക്കുകളാണ്. യാ അക്റമൽ ഖൽഖി, സൃഷ്ടികളിൽ മാന്യരായ റസൂലേ, മാലീ മൻ അലൂദു ബിഹി, എനിക്ക് ഞാൻ ആരോടാണ് സഹായം തേടേണ്ടത്? ആരിലാണ് ഞാൻ അഭയം പ്രാപിക്കേണ്ടത്? ആരോടാണ് ഞാൻ രക്ഷ തേടേണ്ടത്? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ കേൾക്കരുത്. ഞാൻ ആരോടാണ് രക്ഷ തേടേണ്ടത്? ഞാൻ ആരോടാണ് അഭയം തേടേണ്ടത്? സിവാക്ക, നിങ്ങളല്ലാണ്ട് നബിയെ, നിങ്ങളല്ലാണ്ട് വേറെ ആരോട് രക്ഷ തേടണക്കും? പിന്നെ അള്ളാഹുവിന്റെ ആവശ്യം എന്ത്? ചൊല്ലോറ് പ്രിയമുള്ളവർ, ഇത് ശിർക്കല്ലേ? ഇത് ശിർക്കല്ല എങ്കിൽ ദുനിയാവിൽ പിന്നെ എന്തിനാ ശിർക്കുള്ളത്? ഇത് കുഫറല്ല എങ്കിൽ ഇത് ശിർക്കല്ല. നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലോറു. അല്ലാഹുവിനെ വജഹനെ ഉദ്ദേശിച്ച് ഹബീബായ റസൂലിനോട് മഹബത്ത് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലോറോ. ഇത് ശിർക്കല്ലേ? പിന്നെ അള്ളാഹ് എന്തിനാ ശിർക്കുണ്ട് ചൊന്നെങ്കിൽ? വ്യാപകമായ പ്രയാസങ്ങളും മുസീബത്തുകളും ആഫത്തുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും കണ്ട കാഴ്ച പോലും നഷ്ടപ്പെടുന്നതായിരിക്കുന്ന ദുരിതങ്ങൾ എന്നെ ബാധിക്കുമ്പോ നബിയേ, എനിക്ക് രക്ഷ പ്രാപിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാണുള്ളത്? ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹ് എന്ന ഒരു വരി ഇല്ല, എല്ലാം റസൂൽ. ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത. എന്താ ഇതിനർത്ഥം? അല്ലാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ. അല്ലാഹുവിനെയും പറഞ്ഞു, റസൂലുള്ളാഹിനെയും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിഷ്ഠനായി. അരിസമന്ത് റസൂലുള്ളാഹിക്ക് അത് കേട്ടപ്പോ. കാരണം അല്ലാഹുവിനെ ഒട്ടിಗೆ റസൂലുള്ളാഹിന്റെ പേരും ചൊന്തു. റസൂലുള്ളാഹിക്ക് അരിസമന്ത്. എന്ത് ചൊന്തു റസൂലുള്ളാഹി? കുഴപ്പമില്ല, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നാളല്ലേ, പ്രശ്നമല്ല. അതിങ്ങനെ മനഃപൂർവ്വം ബായിലിങ്ങനെ വന്നു പോയതല്ലേ, പ്രശ്നമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതാ. അല്ലാഹുവിന്റെ റസൂൽ അരിശത്തോടെ ദേഷ്യത്തോടെ കേട്ടിട്ട്, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ തന്നെ അല്ലാഹുക്ക് ഈക്വലാക്കിയേ, നീ തന്നെ അല്ലാഹുക്ക് സിമിലർ ആക്കിയേ, ഈക്വലാക്കിയേ, സമമാക്കിയേ, പ്രതിസന്ധിയാക്കിയേ. നോക്കണം. എന്നിട്ട് റസൂൽ പെടിപ്പാട്ടി കൊടുക്കൂ, ഖുൽ മാഷാ അല്ലാഹു വഹദാ, മാഷാ അല്ലാഹു വഹദാ, അല്ലാഹു മാത്രമാണിട്ട് നീ ചൊല്ലോറോ, അല്ലാഹ് മാത്രമാണിട്ട് നീ ചൊല്ലോറോ. ആരാണിത് ചൊല്ലുന്നത് പ്രിയമുള്ളവരെ? റഹ്മത്തുൽ ആലമീനായ ലോകഗുരുവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരട്ടെയാണ് ഇത് ചൊല്ലുന്നത്? നബിയുടെ ഒരു സഹാബിരട്ടെയാണ്. മനസ്സിലാക്കണം നിങ്ങൾ, തൗഹീദുള്ള ദീന് പഠിച്ച ഒരു സഹാബിയല്ലേ. എന്താണ് അല്ലാഹുവിനെ പറഞ്ഞിട്ട് പറയാതല്ല, അല്ലാഹുവിനെ ഒട്ടിക റസൂലുള്ളാഹിന്റെ പേര് ചേർത്തോ. ആ റസൂല, ഹബീബായ റസൂല്, ഈ മൗലിദിന്റെ കിതാബുകളെങ്കാലും കണ്ടാൽ, ഈ ബൂസൂരിയുടെ ഈ ബുർദയെങ്കാലും കേട്ടാൽ എന്തു പറയും? ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഈ വരികളൊക്കെ റസൂലുള്ള കേട്ടാൽ എന്തു പറയും പ്രിയമുള്ളവരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജന്മദിനം ആഘോഷം ഇതെല്ലാം ഇസ്ലാമുമായി ഒരു ബന്ധമില്ല. അത് ഷിയാക്കളുടെ, ഫറോവന്മാരുടെ, മുശ്രിക്കുകളുടെയൊക്കെ സമ്പ്രദായമാണ് ഈ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അതൊരിക്കലും ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല.
അത് അള്ളാഹുവിൻ്റെ ദീനിൽ കടത്തിക്കൂട്ടി നൂതനാചാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വഅസ്തഗ്ഫിറുനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമുക്കുള്ള കടപ്പാടുകൾ, ആ പ്രവാചകനോടുള്ള അനുസരണം, ആ പ്രവാചകനോടുള്ള ഇത്തിബാ, അള്ളാഹുവിൻ്റെ ദീന് നാം നല്ലപോലെ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീന് ശരിയായ നിലക്ക് പരിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ പഠിച്ചാൽ പിന്നീട് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ, ഇത്തരത്തിലുള്ള ഡേർട്ടി മാലിന്യത്തിൻ്റെ കുഴിയിൽ, മൗലിദാകുന്ന അതേപോലെ തന്നെ ജന്മദിനമാഘോഷമാകുന്ന മാലിന്യത്തിൻ്റെ കുഴിയിൽ ആരും വീണ് പോകില്ല. ദീന് പഠിച്ചാൽ, ദീന് പഠിക്കണം. ദീൻ എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? മൗലിദ് കിതാബിൽ നിന്നിട്ടല്ല ദീന് പഠിക്കേണ്ടത്, മാലപ്പാട്ടിൽ നിന്നിട്ടല്ല ദീന് പഠിക്കേണ്ടത്. ദീന് പഠിക്കേണ്ടത് ഹബീബായ റസൂൽ നമുക്ക് വിട്ടേച്ചു പോയ പരിശുദ്ധ ഖുർആൻ. അതെ, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ പ്രകാശം എന്ന് വിശേഷിപ്പിച്ച ആ ഖുർആൻ. ആ ഖുർആനിലൂടെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, ധാരാളം ഹദീസുകളിലൂടെ ആ ഹദീസുകൾ ഇതിൽ നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ ഇത്തരത്തിലുള്ള അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകില്ല. ഇത് അള്ളാഹുവിനോടും ദീനിനോടുള്ള കളിയാണ്, വെല്ലുവിളിയാണ്, അപമാനിക്കലാണ് ഈ മൗലിദ് കിതാബുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നബിദിനം ആഘോഷം എന്നൊക്കെ പറയുന്നത് അത് റസൂലുള്ളാഹിനെ അപമാനിക്കലാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 ഈ വെള്ളിയാഴ്ച ദിവസം എല്ലാ സഹോദരങ്ങൾക്കും എനിക്ക് നൽകാനുള്ള മെസ്സേജ്, സന്ദേശം, നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കറോ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കറോ. എങ്ങനെ? ഖുർആനിലൂടെ, ഹദീസിലൂടെ നിങ്ങൾ ദീൻ പഠിക്കറോ. ഇതാണ് ഇന്നത്തെ ദിവസം എല്ലാ സഹോദര സഹോദരിമാർക്ക് നൽകാനുള്ള മെസ്സേജ്, സന്ദേശം. മൗലിദ് കിതാബിലൂടെ നിങ്ങൾ ദീൻ പഠിക്കരുത്. അതേപോലെ മാലപ്പാട്ടുകളിലൂടെ നിങ്ങൾ ദീൻ പഠിക്കാൻ പോയാൽ നിങ്ങൾ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കായ ദീന് ഹക്കായ നിലക്ക് മനസ്സിലാക്കി, ഹക്കായ നിലക്ക് അതിനെ പിൻപറ്റി ജീവിക്കണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജന്മദിനം ആഘോഷിക്കാത്തവർ റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവരാണ് എന്ന പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ആ ജന്മദിനം ആഘോഷിക്കുന്നവരെക്കാളും 1000 ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ ജനിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ ജന്മദിനത്തിൽ അവരെക്കാളും 1000 ഇരട്ടി സന്തോഷിക്കുന്നവരാണ്, ആഹ്ലാദിക്കുന്നവരാണ് നമ്മൾ. അതേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ, ഖുർആനും സുന്നത്തിന്റെ സലഫുകളുടെ പാത പിൻപറ്റുന്ന നമ്മൾ എന്ന കാര്യം അവർ നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പ്രവാചകനോട് ആത്മാർത്ഥമായ സ്നേഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പ്രവാചകന്റെ ഉമ്മത്തികളായി എന്നത് അത് നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ തൗഫീഖാണ്. നാളെ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഞാനാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറോ. സ്വർഗത്തിന്റെ ചാബി നിന്റെ കയ്യിലാണ്. ഹദീസാണ്, ഹബീബായ റസൂൽ ചൊല്ലറോ. സ്വർഗത്തിന്റെ ചാബി, അതിന്റെ കീ, അതിന്റെ താക്കോൽ നിന്റെ കയ്യിലാണ്. സ്വർഗത്തിലെ ഇനാഗുറേഷൻ ചെയ്യുന്നത്, അതിനെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനായിരിക്കുവേ. എൻ്റെ കൂടെ കുറെ സാലിഹ്യങ്ങൾ ഉണ്ടാകും. ആ സാലിഹ്യങ്ങളിൽ ഈ സാധുക്കളായ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പ്രവാചകന്റെ കൂടെ, ആ ഹബീബായ മുത്തുനബിയുടെ കൂടെ, നമ്മുടെ മുത്തിന്റെ മുത്തായ, സത്തിന്റെ സത്തായ, കണ്ണിന്റെ കൃഷ്ണമണിയെക്കാളും അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ ജീവന്റെ ജീവനായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ താമസിക്കണോ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ ബിദ്അത്തുകാരെ അതേ പ്രവാചകനെ അപമാനിച്ച, മൗലൂദിലൂടെയും റാലിയിലൂടെയും അപമാനിച്ച ആളുകൾക്ക് ഹൗദുൽ കൗസർ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആട്ടിവാടിക്കുന്ന പെരുന്നാളുണ്ട് നാളെ പരലോകത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം ഈ സാധുക്കളായ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കുറേ പേര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉണ്ട് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നാളെ ശനിയാഴ്ച ദിവസം ഇവിടെ പെണ്ണുങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. എല്ലാ പെണ്ണുങ്ങളും അതിൽ ഭാഗഭാക്കാകണം. പിന്നീട് അറിയിക്കാനുള്ളത്, ഈ നാളക്കൽ ഞായറാഴ്ച 2 SKSM യൂത്ത് വിംഗിലെ ഒരു ഉസ്വ ഹസനാട്ട് ചൊല്ലറെ ഒരു പ്രോഗ്രാമുണ്ട്. ഇവിടെ അഡ്യാർ കണ്ണൂരിലെ ബറക്ക ഇൻ്റർനാഷണൽ ആ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നാളക്കൽ ഞായറാഴ്ച 2 കാലത്ത് ഒലിമ്പരക്ക് തുടങ്ങിയിട്ട് ജാവ് 10ഓളമുള്ള ഒരു പ്രോഗ്രാമാണ്. എല്ലാവരും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കേട്ടുകൊള്ളരെ. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യണോ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.